ഹേ ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കണ്ടത് മോളിവുഡ് ടൈംസ്. വളരെ ഭയങ്കര സാഡായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഒട്ടും വർക്കായില്ല. കാരണം അങ്ങനത്തെ ഒരു മൂവി ഒരു ഹൈ മൊമെന്റ്സും എനിക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും പടം കഴിഞ്ഞിറങ്ങിയതിന് ശേഷം ഒരു മൊമെന്റ് പോലും മനസ്സിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. സോറി, കുറച്ച് കോൾഡ് ഉണ്ട് കേട്ടോ, അതാണ് ശബ്ദം ആകെ ഒരു അടഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ചെയ്തിട്ടുള്ള സെയിം ഡയറക്ടറാണ് അഭിനവ് സുന്ദർ നായിക്. ഞാൻ സാധാരണ നമ്മൾ സ്റ്റാർട്ടിങ് അത് പറയാറുണ്ട്, അതുപോലും മറന്നുപോയി. അഭിനവ് സുന്ദർ നായിക്, റിട്ടൺ ബൈ രാമു സുനിൽ. രാമു സുനിൽ രേഖാചിത്രത്തിന്റെ സെയിം റൈറ്റർ തന്നെയാണ്. പിന്നെ മ്യൂസിക് ജേക്സ് ബിജോയ്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ. എനിക്ക് മ്യൂസിക് ഒന്നും എനിക്ക് അങ്ങനെ വർക്കായെന്ന് തോന്നിയില്ല. എന്താ അറിയില്ല. ചില ആൾക്കാർക്ക് മാത്രമാണ് ഇഷ്ടപ്പെടുക തോന്നുന്നത്. ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ സെയിം പോലെ തന്നെ എടുത്തേക്കണേ. ഒരു സെൽഫ് നറേഷൻ എപ്പോഴും നമ്മളിങ്ങനെ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് പോലെ തന്നെ അതേപോലെ തന്നെയാണ്. പക്ഷെ എനിക്ക് മുകുന്ദനുണ്ണി ഇഷ്ടപ്പെട്ട പാടാണ്. ഞാൻ 1-2 വട്ടമൊക്കെ അത് വീണ്ടും വാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് എന്തോ അങ്ങനെ എനിക്ക് ഭയങ്കര ലാഗുമായിരുന്നു. ഒരു നിയർലി 3 hours നമുക്ക് ഒരുപാട് സമയം തിയേറ്ററിൽ തോന്നി. 3 മണിക്കൂറിനടുത്ത് സിനിമ വരുന്നുണ്ട്. ശരിക്കും അത്രയ്ക്കൊന്നും ആവശ്യമില്ല. വളരെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് രീതിയിൽ കുറച്ചുകൂടി ഹൈ മൊമെന്റ്സ് ഒക്കെ തരുന്ന രീതിയിൽ എടുക്കായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത് ഒരുപാട് തെറികളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര പച്ചയ്ക്ക് പറയണ പോലെ തോന്നി. ഇംഗ്ലീഷിലെ തെറികളൊക്കെ മ്യൂട്ട് ചെയ്ത് മലയാളത്തില് ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നത്. ഞാൻ ഫാമിലി ആയിട്ടാണ് കണ്ടത്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞത് ഇത് എന്താ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധാരണ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഒക്കെ വരണല്ലേ. മുകുന്ദനുണ്ണിയിൽ തന്നെ അവസാനം ലാസ്റ്റ് അവർ പറയുന്നുണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇതൊന്നൊന്നല്ല, 2-4-5 വട്ടമെങ്കിലും മിനിമം പറയുന്നുണ്ട്. അതെന്തോ കുറച്ചൊരു അത് ചിലപ്പോൾ ഞങ്ങൾ മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫാമിലി ആയിട്ടാണ്, അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ചൊരു എനിക്കൊരു വേണ്ടായിരുന്നു അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. അതല്ല, പക്ഷെ അതുകൊണ്ടല്ല പടം ഭയങ്കര എനിക്ക് ഒരു ഹൈ മൊമെന്റ്സും തന്നിട്ടില്ല ശരിക്കും. അതാണ് അഭിനവ് സുന്ദർ നായകിന്റെ സെയിം സെയിം മോഡൽ തന്നെ പിടിച്ചേക്കുന്നത്. ആ ഒരു അനിമേഷൻ കാണിക്കുന്നതും ഒക്കെ അത് സെയിം പോലെ തന്നെ. പക്ഷെ ഇത് കുറച്ചും കൂടി ലെങ്ത് ഇച്ചിരി കൂടി പോയി കുറച്ചൊന്ന് ഷോർട്ട് ആക്കി കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാമായിരുന്നു. സിനി ഫയൽസിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള സംഭവം ഉണ്ട് അതിൽ. കഥ പറയുന്നത് ഒരു സിനിമയിൽ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ്, അല്ലെ അതിനെ കുറിച്ചാണ്. അതിന്റെ ഒരു ഭാഗ്യം, ഒരു ലക്ക്, ഒരു ഫാക്ടർ, അങ്ങനെ പിന്നെ അതിന് പുറകെ നിന്ന് പണിയുന്നതും സ്ക്രിപ്റ്റ് മോഷ്ടിക്കുന്നതും അതൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സംഭവം ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സിനിഫൈൽസിനൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷെ അത് രീതി എടുത്തത് വേറൊരു രീതിയിലായിരുന്നെങ്കിൽ മേ ബി വർക്ക്ഔട്ട് ആയിരുന്നു. ഇത് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആയില്ല. ബാക്കിയുള്ളവർക്ക് എന്താണ്, നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്നുള്ളത് കമന്റിൽ പറയൂ. ഇപ്പൊ ഞങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ചിലപ്പോൾ പടം ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇത് കാണാതിരിക്കണം എന്നല്ലാട്ടോ പറയണേ. കണ്ടോളൂ. നിങ്ങൾ എന്തായാലും പടം കണ്ടിട്ട് നിങ്ങൾ അതിന്റെ കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.